സൂയിസൈഡ് സ്ക്വാഡിൻ്റെ സ്പിൻ ഓഫ് സീരീസായ പീസ് മേക്കറിൻ്റെ 2ാം സീസൺ ഓഗസ്റ്റ് 21 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. പുതിയ സൂപ്പർമാൻ പടത്തിൻ്റെ സംവിധായകനും DC-യുടെ CEO-യുമായ ജെയിംസ് ഗണ്ണാണ് ഈ സീസണും ഒരുക്കിയിരിക്കുന്നത്. WWE-യിലൂടെ പ്രശസ്തനായ റെസ്ലർ ജോൺ സീനയാണ് കേന്ദ്ര കഥാപാത്രമായ ക്രിസ് സ്മിത്ത് പീസ് മേക്കറായി വേഷമിട്ടത്. പീസ് മേക്കറിൻ്റെ ആദ്യ സീസണിനെ കുറിച്ചും ഇനി വരാനിരിക്കുന്ന സീസണിനെ കുറിച്ചുമാണ് ഈ വീഡിയോ. സൂയിസൈഡ് സ്ക്വാഡിലെ ക്ലൈമാക്സിലെ ഗൺഷോട്ടിൽ നിന്നും പീസ് മേക്കർ രക്ഷപ്പെടുന്നു. റിക് ഫ്ലാഗിനെ കൊന്നതിന് 30 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച പീസ് മേക്കർ 4 വർഷത്തിന് ശേഷം ജയിൽ മോചിതനാകുന്നു. എന്നാൽ ആർഗസ് തങ്ങളുടെ ഒരു മിഷന് വേണ്ടിയാണ് തന്നെ ജയിൽ മോചിതനാക്കിയതെന്ന് പീസ് മേക്കർ തിരിച്ചറിയുന്നു. എമിലിയ ഹാർക്കോട്ട്, ജോൺ എക്കണോമിസ്, ക്ലംസൺ മേൺ, അമാൻഡ വാൾട്ടറുടെ മകളായ ലിയോട്ട അഡബായ എന്നിവരടങ്ങിയ ആർഗസ് ടീം പീസ് മേക്കറിന് മുന്നിൽ ഒരു ഡീൽ വെക്കുന്നു. ഒന്നുകിൽ പ്രൊജക്റ്റ് ബട്ടർഫ്ലൈ മിഷൻ്റെ ഭാഗമാവുക, അല്ലെങ്കിൽ തിരിച്ച് ജയിലിൽ പോവുക. മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ കയറി ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഏലിയൻ പാരസൈറ്റായ ബട്ടർഫ്ലൈ എന്ന ഗ്രൂപ്പിനെ ഉന്മൂലനം ചെയ്യുകയാണ് ഈ മിഷൻ. മിഷന് സമ്മതം മൂളിയ പീസ് മേക്കർ തൻ്റെ അച്ഛൻ ഓഗി സ്മിത്തിൻ്റെ അടുത്തു നിന്നും സോണിക് എബിലിറ്റിയുള്ള പുതിയ ഹെൽമറ്റ് വാങ്ങുന്നു. ഒപ്പം തൻ്റെ പെറ്റായ ഈഗിളിനെയും കൂടെ കൂട്ടുന്നു. ബാറിലെ ആർഗസുമായുള്ള മീറ്റിങ്ങിനൊടുവിൽ പീസ് മേക്കർ ഒരു പെണ്ണിനെ കണ്ടുമുട്ടുന്നു. ബട്ടർഫ്ലൈ ഇൻഫെക്റ്റഡ് ആയ പെണ്ണ് റൂമിൽ വെച്ച് പീസ് മേക്കറിനെ ആക്രമിക്കുന്നു. തൻ്റെ സോണിക് എബിലിറ്റി ഉള്ള ഹെൽമെറ്റ് വെച്ച് പീസ് മേക്കർ അവളുടെ ശരീരം ഛിന്ന ഭിന്നമാക്കുന്നു. ആർഗസ് ടെക്കിയായ എക്കണോമിസ്റ്റിൻ്റെ സഹായത്തോടെ പീസ് മേക്കർ സംഭവ സ്ഥലത്ത് നിന്നും തൻ്റെ ഐഡൻറ്റിറ്റി മായ്ച്ചു കളയുന്നു. ആ പെണ്ണിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പീസ് മേക്കർ ചില സാധനങ്ങൾ കൈക്കലാക്കുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് പീസ് മേക്കറിനെ വളയുകയും ആർഗസ് ടീം പീസ് മേക്കറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പീസ് മേക്കറിനെ രക്ഷിക്കാൻ പീസ് മേക്കറിൻ്റെ അച്ഛൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഉപയോഗിച്ചാണ് സ്വാപ്പ് ചെയ്തതെന്ന് എക്കണോമിസ്റ്റ് മേണിനോട് പറയുന്നു. ബട്ടർഫ്ലൈ പെണ്ണിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഭിച്ച ഡിവൈസ് ഒരു മിനി സ്പേസ്ഷിപ്പ് ആണെന്ന് പീസ് മേക്കർ മനസ്സിലാക്കുന്നു. ഇതേ സമയം പോലീസ് ഓഗി സ്മിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. റാസിസ്റ്റായ ഓഗിക്ക് സഹതടവുകാർ വൈറ്റ് ഡ്രാഗൺ എന്ന പേര് നൽകുന്നു. സെനറ്റർ ഗോഫ് ഒരു ബട്ടർഫ്ലൈ ആണെന്ന് മനസ്സിലാക്കിയ ആർഗസ് അയാളെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ മിഷനിടയിൽ സെനറ്ററുടെ ഫാമിലിയും ബട്ടർഫ്ലൈ ആണെന്ന് അവർ തിരിച്ചറിയുന്നു. പീസ് മേക്കറിന് കുട്ടികളെ കൊല്ലുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ വിജിലാൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നു. എന്നാൽ സെനറ്റർ ഗോഫിനെ കൊല്ലുന്നതിനിടയിൽ സെനറ്ററിൻ്റെ ബോഡി ഗാർഡ് ആയ ജൂഡോ മാസ്റ്റർ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഒടുവിൽ അവർ സെനറ്ററിൻ്റെ കസ്റ്റഡിയിലാവുന്നു. മേൺ നടത്തിയ എക്സ്പ്ലോഷനിൽ പീസ് മേക്കർ സ്വതന്ത്രനാവുകയും സെനറ്ററിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. സെനറ്ററിൻ്റെ തലച്ചോറിൽ നിന്നും ഒരു ബട്ടർഫ്ലൈ പുറത്തു വരുന്നു. ഓർഗസിന് അവരുടെ സർവൈലൻസ് ഡാറ്റയിൽ നിന്നും ലോകത്തിലെ മൊത്തം ബട്ടർഫ്ലൈസിൻ്റെ സസ്പെക്റ്റഡ് ലിസ്റ്റ് ലഭിക്കുന്നു. പുതിയ ഹെൽമെറ്റിനായി വീട്ടിലെത്തിയ പീസ് മേക്കർ തൻ്റെ അച്ഛനെ താൻ ചെയ്ത കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അറിയുന്നു. ഇതിൻ്റെ പേരിൽ പീസ് മേക്കർ മേണിനോട് ചൂടാവുന്നു. ജയിലിലെത്തിയ പീസ് മേക്കറിനോട് ഓഗി തൻ്റെ അതിർത്തി പ്രകടിപ്പിക്കുന്നു. പീസ് മേക്കർ അറിയാതെ ഓഗിയെ കൊല്ലാൻ വിജിലാൻ്റെ സ്വയം തല്ലുണ്ടാക്കി ജയിലിൽ കയറുന്നു. സെനറ്ററിൻ്റെ ബോഡിയിൽ നിന്നും പുറത്തു വന്ന ബട്ടർഫ്ലൈയെ തൻ്റെ ടീമംഗങ്ങൾ അറിയാതെ പീസ് മേക്കർ കുപ്പിയിലാക്കിയിരുന്നു. പീസ് മേക്കറിന് തൻ്റെ റൂമിൽ വെച്ച് തൻ്റെ സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മകൾ വേട്ടയാടുന്നു. തൻ്റെ അച്ഛൻ്റെ ക്രൂരത കൊണ്ടുള്ള അബദ്ധത്തിൽ പീസ് മേക്കറുടെ കൈകൊണ്ടാണ് സഹോദരൻ കൊല്ലപ്പെടുന്നത്. ഇതേ സമയം ലിയോഡയ്ക്ക് സെനറ്റർ ഗോഫിനെയും അപ്പാർട്ട്മെൻറ്റിലെ ബട്ടർഫ്ലൈ പെണ്ണിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്ലൂ ലഭിക്കുന്നു. ലിയോഡ ഈ വിവരം മേണിനെ അറിയിക്കുന്നു. എന്നാൽ മേണും ഒരു ബട്ടർഫ്ലൈ ആണ്. ആർഗസ് ടീം ഗ്ലാൻടായ് എന്ന ബോട്ട്ലിംഗ് കമ്പനിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ജയിലിൽ വെച്ച് ഓഗി തൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. പരിശോധനയ്ക്കിടയിൽ ഓഗി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഓഫീസർ സോഫി സോങ്ങിന് മനസ്സിലാകുന്നു. ഗ്ലാൻടായ് കമ്പനിയിലെത്തിയ ആർഗസ് അവിടെയുള്ള ബട്ടർഫ്ലൈയുടെ ഉറവിടമായ ഫ്ലൂയിഡ് മൊത്തം നശിപ്പിക്കുന്നു. ലിയോഡ തൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഒരു ഡയറി പീസ് മേക്കറുടെ റൂമിൽ ഒളിപ്പിക്കുന്നു. പീസ് മേക്കറുടെ എക്സ്റേ വിഷൻ ഹെൽമെറ്റ് ധരിച്ച ലിയോഡ മേൺ ഒരു ബട്ടർഫ്ലൈ ആണെന്ന സത്യം തിരിച്ചറിയുന്നു. എല്ലാ ബട്ടർഫ്ലൈയും ദുഷ്ടരല്ലെന്ന് മേൺ അവരോട് പറയുന്നു. എനിവേ അവർ മിഷനുമായി മുന്നോട്ട് പോകുന്നു. ഇതേ സമയം ഓഗി ജയിൽ മോചിതനാവുകയും പോലീസ് പീസ് മേക്കറിനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെടുകയും ചെയ്യുന്നു. പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ കുപ്പി പൊട്ടി സെനറ്റർ ബട്ടർഫ്ലൈ പുറത്തു വരികയും അത് ഓഫീസർ സോഫി സോങ്ങിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു.
ഇതേസമയം ബട്ടർഫ്ലൈയുടെ സോഴ്സ് ഫ്ലൂയിഡ് ഒരു കൗവിൽ നിന്നാണ് നിർമ്മിക്കുന്നതെന്ന് എക്കണോമിസ്റ്റ് കണ്ടെത്തുന്നു. പോലീസ് പീസ് മേക്കറിൻ്റെ ഡയറിയിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങളിൽ നിന്നും 33 കൊലപാതകങ്ങളിൽ പീസ് മേക്കർക്ക് പങ്കുണ്ടെന്ന് തിരിച്ചറിയുന്നു. പീസ് മേക്കറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിനിടയിൽ ഓഫീസർ സോഫി സോങ് തൻ്റെ സഹപ്രവർത്തകരെ മൊത്തം ബട്ടർഫ്ലൈ ഗ്രൂപ്പാക്കി മാറ്റുന്നു. കൗവിനെ തേടിയുള്ള യാത്രയ്ക്കിടയിൽ ഓഗി പീസ് മേക്കറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേസമയം ബട്ടർഫ്ലൈ പോലീസ് മേണിനെ കൊല്ലുകയും ലിയോയുടെയും ഹാർഡ്കോട്ടും ജൂഡോ മാസ്റ്ററിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരനെ തനിക്ക് നഷ്ടപ്പെടാൻ നിങ്ങളാണ് കാരണം എന്ന് പറഞ്ഞ് പീസ് മേക്കർ തൻ്റെ അച്ഛനെ കൊല്ലുന്നു. അങ്ങനെ ആർഗസ് ടീം യുണൈറ്റ് ചെയ്ത് കൗവിനെ തേടി യാത്ര തിരിക്കുന്നു. ഇതിനിടയിൽ അമാൻഡ തൻ്റെ അമ്മയോട് ജസ്റ്റിസ് ലീഗിൻ്റെ സഹായം ആവശ്യപ്പെടുന്നു. പീസ് മേക്കറിൻ്റെ ഹെൽമെറ്റ് ഉപയോഗിച്ച് കൗവിൻ്റെ സങ്കേതം നശിപ്പിക്കുന്നു. ബട്ടർഫ്ലൈ പോലീസുമായുള്ള ഫൈറ്റിനൊടുവിൽ പീസ് മേക്കർ കൗവിനെ നശിപ്പിക്കാൻ അകത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് പീസ് മേക്കർ ഓഫീസർ സോഫിയെ കൊല്ലുകയും ലിയോയുടെ ഹെൽമെറ്റ് ഉപയോഗിച്ച് കൗവിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മിഷൻ അവസാനിച്ചതിന് ശേഷം ലേറ്റായി എത്തിയ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിനോട് പീസ് മേക്കർ ചൂടാവുന്നു. പീസ് മേക്കറുടെ ഡയറി വിഷയത്തിൽ ലിയോയുടെ തൻ്റെ അമ്മയായ അമാൻഡ വാളറിനെ എക്സ്പോസ് ചെയ്യുന്നു. പീസ് മേക്കർ ഗോഫ് ബട്ടർഫ്ലൈക്കൊപ്പം തൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിടത്ത് ആദ്യ സീസൺ അവസാനിക്കുന്നു. രണ്ടാം സീസണിൽ സൂപ്പർമാനിലെ ശ്രദ്ധേയ കഥാപാത്രമായ ഹോഗ്ഗേളും വരുന്നുണ്ട്. പാരലൽ ഡയമെൻഷൻ എന്ന പുതിയ കൺസെപ്റ്റാണ് ഈ സീസണിലൂടെ DC മുന്നോട്ട് വയ്ക്കുന്നത്. ട്രെയിലറിന് അവസാനം 2 പീസ് മേക്കറിനെയും കാണിക്കുന്നുണ്ട്. എന്താണ് പുതിയ സീസണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഇറ്റ്സ് മീ മല്ലു സിനിഫൈൽ.